വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളെ, ഉറങ്ങുകയാണോ? അല്ല, ആരാ അല്ല എന്ന് പറഞ്ഞ്? അതെ, മിടുക്കി. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആണോ? കഥ പറയട്ടോ. നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരികൾ അവതരിപ്പിക്കുന്ന ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ആണോ? അല്ലേ? ആണല്ലോ. അപ്പൊ കാണണോ വേണ്ടേ? എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ, കുറച്ചു നേരം ബഹളമുണ്ടാക്കാതിരുന്നാൽ, സംസാരിക്കാതിരുന്നാൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അതെ, നിങ്ങൾക്കിവിടെ ഡാൻസ് നടത്താൻ പറ്റാത്ത രീതിയിൽ രാത്രി വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. എന്ത് വേണം? അച്ചടക്കത്തോട് കേട്ടിരിക്കുവോ? അപ്പൊ ഞാൻ ഒന്നുകൂടി സലാം പറയാം. നിങ്ങളെല്ലാവരും ഒന്ന് സലാം മടക്കിയേ. അസ്സലാമു അലൈക്കും. യാ അല്ലാഹ്, ഇത്രയും സൗണ്ട് ഉണ്ടായിട്ടാണ് ഞാൻ നേരത്തെ 3 തവണ സലാം പറഞ്ഞിട്ട് അനങ്ങാതിരുന്നത്, അല്ലേ? ആണോ? കാരണം നിങ്ങൾ പല ശ്രദ്ധയിലായിരുന്നു. ഒന്ന് മക്കളെല്ലാം ഒന്ന് എഴുന്നേറ്റേ. അയ്യവാ, എല്ലാ മക്കളും എഴുന്നേറ്റോ? ഒന്ന് കൈയടിച്ചേ. ഇങ്ങനെയാണോ കൈയടിക്കുന്നത്? ഒരു ഐക്യം വേണ്ടേ? കൈയടക്കി ഐക്യത്തോടുകൂടി ഒന്നടിച്ചേ. പോരാ, ഈ ഐക്യമല്ല, ഒന്നുകൂടി ഐക്യം. ഒരു യശലോടുകൂടി സാറടിക്കുന്ന കൂട്ടത്തിൽ കൂടെ ഒന്നടിച്ചേ. വന്നോ? ഐക്യം വന്നോ? ശരി, ഇരുന്നേ. നിങ്ങൾക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്, അല്ലേ? ആണോ? എന്തുകൊണ്ടാ സന്തോഷം? നമ്മൾ പഠിക്കുന്ന സ്കൂൾ തഖ്വ ഇസ്ലാമിക് സ്കൂളിൻ്റെ വാർഷിക പരിപാടികൾ നടക്കുന്ന ദിവസമാണിന്ന്. ആണോ? അല്ലേ? ആണ്. നമ്മുടെ കൂട്ടുകാരികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ നമുക്കിന്ന് കാണണം, വേണ്ടേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ സ്കൂൾ അടയ്ക്കില്ലേ? അടുത്ത വർഷം എന്നാണ് നിങ്ങളുടെ സ്കൂൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്? അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അടുത്ത ജനുവരിയിലാണോ? യെസ്, ജൂൺ 1-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതിയോ നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അന്നും ഈ ഇത്രയും മക്കൾ മതിയോ നമ്മുടെ സ്കൂളിൽ? ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇത്ര മക്കൾ മതിയോ നമ്മുടെ സ്കൂളിൽ? മതിയോ? പോരാ. പിന്നെന്ത് വേണം? കുറേ കൂടെ കുട്ടികൾ വേണം. അതിനെന്താ മാർഗം? അതിനെന്താണ് മാർഗം? നമുക്കിറങ്ങിയിട്ട് കുഞ്ഞുങ്ങൾ റോഡേ പോകുമ്പോൾ പിടിച്ച് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരലാണോ? അല്ല. പിന്നെന്ത് വേണം? ആ കുഞ്ഞുങ്ങളുടെ, നിങ്ങൾ ഈ വെക്കേഷനിൽ, ഈ അവധി ടൈമിൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരോട് ഈ സ്കൂളിനെ കുറിച്ച് പറയണം. പറയോ? എന്തു പറയും? ഈ സ്കൂളിലെ ടീച്ചർമാരൊക്കെ ഭയങ്കര അടിയാണ് എന്ന് പറയോ? അങ്ങനെയാണോ പറയുന്നത്? അല്ല. പിന്നെന്താ പറയുന്നത്? ആ നല്ല സ്കൂളാണ് എന്ന് പറയണം. ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കൂടെ നേടാനുള്ള അവസരം ഉണ്ട് എന്ന് പറയണം. പറയോ? നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി കേട്ട് തിരിച്ചു പോയാൽ മാത്രം പോരാ. രക്ഷകർത്താക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ കൂടുന്ന മീറ്റിങ്ങുകളിൽ ഒക്കെ ഈ സ്കൂളിനെ കുറിച്ച് സംസാരിക്കണം, പറയണം. അങ്ങനെ
ബാക്കി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളും ഇതുപോലെ ഈ സ്കൂളിലേക്ക് വന്ന് പഠിച്ചാൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്കൂളുകളിലേക്ക് പോയി പഠിച്ചാൽ തീർച്ചയായിട്ടും ഗുണമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ബന്ധുക്കളോട് പറയണം. ഇൻഷാ അല്ലാഹ് പറയില്ലേ? പറയോ? ഇൻഷാ അല്ലാഹ് പറയും അല്ലേ? ഞാനൊരു കഥ പറയട്ടെ. ആരാ കരയുന്നേ? ഒരു സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥയാണ് പറയുന്നത്. ആരുടെയൊക്കെയാണ്? ഒരു സിംഹത്തിൻ്റെയും, വിശന്ന് വലഞ്ഞ ഒരു സിംഹം കാട്ടിലൂടി തീറ്റ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങകലെ ഒരു പുൽമേടയിൽ ഇരുന്നു കൊണ്ട് പുല്ല് തിന്നുന്ന മുയലിനെ ശ്രദ്ധയിൽപ്പെട്ടു. ആരുടെ കണ്ണിൽപ്പെട്ടു? സിംഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ സുഹൃത്താണ് എന്ന് വിചാരിച്ച് ഈ സിംഹം ആ മുയലിനെ പിടിക്കാതിരിക്കുമോ? ഇല്ല. കാരണം സിംഹത്തിന് എന്താ പ്രശ്നം? വളരെ വലിയ വിശപ്പിലാണുള്ളത്, വിശന്ന് വലഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുയലിനെ അകത്താക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പതുക്കെ പതുങ്ങി ആരുടെ അടുക്കലേക്ക് പോയി? ആരാ പോയത്? സിംഹമാണ് പോയത്. ഇങ്ങനെ തൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ സിംഹം അടുത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മുയൽ എന്ത് ചെയ്തെന്നറിയോ? മുയലൊരൊറ്റ ഓട്ടം. സിംഹം പിന്നാലെ ഓടി. മുയൽ ഓടിപ്പോയി ഒരു മാളത്തിനുള്ളിലേക്ക് കയറി. സിംഹത്തിന് അന്നേ ദിവസം ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ആ സിംഹം തീറ്റ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ അതേ മുയൽ ഒരിടത്തിരുന്ന് പുല്ല് തിന്നു. ആ മുയലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസവും ഓടിച്ചു. മക്കളെ കേൾക്കുന്നുണ്ടോ? അന്നും മുയൽ എന്ത് ചെയ്തു? പറ്റിയില്ല. മുയൽ എന്ത് ചെയ്തു? മുയൽ ഓടി മാളത്തിനുള്ളിലേക്ക് കയറി. പിറ്റേ ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചു. 3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ സംഭവിച്ചപ്പോ സിംഹത്തിന്റെ പ്രത്യേകത എന്താണ്? കാട്ടിലെ രാജാവാണ് സിംഹം. ആ കാട്ടിലെ രാജാവായ സിംഹം ആ മുയല് കയറിയ മാളത്തിന്റെ പുറത്ത് വന്നിരുന്നു കൊണ്ട് മുയലിനെ വിളിച്ചു, അല്ലയോ മുയലേ, നീ ഈ ഒരല്പം മാത്രം വെയിറ്റുള്ള ഒരു കുഞ്ഞു ജീവിയാണല്ലോ നീ. ഞാൻ ഇത്രയും വലിയ ശരീരമുള്ള ഞാൻ നിന്റെ പിന്നാലെ ഓടിയിട്ട് നിന്നെ പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അതിൻ്റെ രഹസ്യം, നീ രക്ഷപ്പെടുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്ന് എന്നോടൊന്ന് പറഞ്ഞു തരൂ. ഇനി മേലിൽ ഞാൻ നിന്നെ പിടിക്കില്ല എന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? മുയലിനോട് പറഞ്ഞു. മുയല് പറഞ്ഞു, അതെ, കാട്ടിലെ രാജാവായ അങ്ങ് ഒന്നലറിയാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് വലിയ ആനകളാണ് അല്ലേ? ആനകൾ എന്ത് ചെയ്യാണ്? മനുഷ്യന്മാരെ ചവിട്ടി മെതിക്കുകയാണ്. ആ ആനകൾ പോലും പേടിച്ചലറി അതായത് സിംഹത്തിൻ്റെ മുന്നിൽ പതറി നിൽക്കാറുണ്ട്. പക്ഷേ അങ്ങ് എൻ്റെ പിന്നാലെ ഓടുമ്പോൾ ഞാൻ വിജയിക്കുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്, അങ്ങ് എൻ്റെ പിന്നാലെ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? അതായത് സിംഹം ഈ മുയലിൻ്റെ പിന്നാലെ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ആണോ അല്ലേ? പക്ഷെ സിംഹം ഓടുന്നത് എന്തിനു വേണ്ടി? മുയൽ ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മുയല് അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
4, 3, 4, 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മുന്നിൽ 2 കാര്യം. ഒന്ന്, ഒരു ഓട്ടം, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം. മറുഭാഗത്ത് തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടം. ഏത് ഓട്ടത്തിനായിരിക്കും വേഗത കൂടുതൽ? മക്കളെ, ഏത് ഓട്ടത്തിനായിരിക്കും വേഗത ഉള്ളത്? ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടം. മിടുക്കൻ. അങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ഞാൻ ഓടുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ മാളത്തിനുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? മുയല് പറഞ്ഞു. നമ്മൾ ഈ വിദ്യാർത്ഥി കാലഘട്ടം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് നമ്മൾ ഓടുന്നത്. നമ്മുടെ കൂടെയുള്ള മക്കളും ഇതുപോലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓടുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവരും പഠിക്കുന്നു, നമ്മളും പഠിക്കുന്നു, അല്ലേ? ആരാ അവസാനം നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും നല്ല ജോലിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്? ആരാണ്? കൂടുതൽ പഠിക്കുന്ന അധ്യാപകർ തരുന്ന വർക്കുകൾ എല്ലാ ദിവസവും കൃത്യമായി എഴുതി കാണിക്കുന്ന, എല്ലാ വർക്കുകളും കൃത്യമായി ചെയ്തു തീർക്കുന്ന വിദ്യാർത്ഥികളാണ് ഉന്നതമായ മാർക്കുകൾ വാങ്ങുകയും വിജയിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ആവൂലേ? ആവുമോ? ആവും. അപ്പോൾ നല്ല മക്കളായി വളരണം. ഒരു 3-4 മാസം, ഒരു 4-5 ദിവസമായി നേരത്തെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ച ഒരു സംഭവം, 4-5 ദിവസമായി നമ്മളെ അലട്ടുന്ന ഒരു സംഭവമുണ്ട്. ഏത് കുഞ്ഞിനും, ഏത് വൃദ്ധനും, ഏത് മധ്യവയസ്കനും ആലോചിച്ചാൽ രക്ഷയില്ലാത്ത, ഒരു തരത്തിലുള്ള മറുപടിയും കിട്ടാത്ത ഒരു വലിയ ചിന്തയിലാണ് കേരളക്കാർ മുഴുവനും, അല്ലേ? എന്താണ്? അഫാൻ എന്ന് പറയുന്ന ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ തൻ്റെ ബന്ധുമിത്രാദികളാകുന്ന 4 ആളുകളെയും മറ്റൊരു പെൺകുട്ടിയെയും അവൻ്റെ മാതാവിനെയും അടിച്ച് അതിൽ 5 ആളുകൾ മരണപ്പെട്ടു. ഒരു ആൾ ആശുപത്രിയിൽ, അതായത് കിടക്കുന്നത് ആരാണ്? തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിലാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ ഉമ്മയെ നമ്മൾ അടിക്കുമോ? അടിക്കുമോ? ഒരാളാണല്ലോ ഇവിടെ മറുപടി പറയുന്നത്. ഈ മക്കളൊക്കെ ഈ കോട്ടും തൊപ്പിയും ഒക്കെ ഇട്ടിരിക്കുന്ന മക്കളാരും ഒന്നും അനങ്ങുന്നില്ലല്ലോ. ഉമ്മയെ അടിക്കുമോ? ഉമ്മയെ അടിക്കുമോ? വാപ്പയെ അടിക്കുമോ? ഇല്ല. വയസ്സിന് മൂത്തവരെയും ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല. വയസ്സിന് ഇളയ ആളുകളെയും ഉപദ്രവിക്കാൻ പാടില്ല, അല്ലേ? ആരെയും, മറ്റുള്ള ഒരു മനുഷ്യന്മാരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇത് നമ്മൾ എവിടെ പഠിച്ചതാ? നമ്മുടെ ഈ തഖ്വ സ്കൂളിൽ നിന്ന് നമ്മുടെ ടീച്ചേഴ്സ് ദിനം പ്രതി നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണോ? അതേ മറ്റുള്ളവരെ അടിക്കാനാണോ ടീച്ചേഴ്സ് പഠിപ്പിച്ചേ? ആണോ? അല്ലല്ലോ. എന്താ പറഞ്ഞേ? മറ്റുള്ളവരെ ഒരു കാരണവശാലും അടിക്കരുത്, ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ എന്താണ് ഈ അഫ്ഫാന്റെ പ്രശ്നം എന്നതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ പലതരത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായ തീരുമാനത്തിലേക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും എത്താൻ സാധിച്ചില്ല. എങ്കിലും ഈ കുഞ്ഞിനെ മറ്റുള്ള കുട്ടികളോടൊപ്പം പുറത്തു പോയി സഹകരിക്കാനും മറ്റും അധികം വിടാതിരിക്കുകയും, അതുപോലെ വേണ്ടുന്ന വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു. ഡിഗ്രിയിൽ ഡ്രോപ്പ് ഔട്ടാണ് ആ പയ്യൻ. പക്ഷേ മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ കുറഞ്ഞ മതവിദ്യാഭ്യാസം മാത്രമാണ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, നേരത്തെ നമ്മുടെ പ്രിൻസിപ്പളും അതുപോലെ ചെയർമാനും ഒക്കെ സൂചിപ്പിച്ചു, നമ്മുടെ മക്കൾ ആരായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ രാജ്യത്തിന് ഗുണമുള്ള, ഈ മാതാപിതാക്കൾക്ക് ഗുണമുള്ള, നമ്മുടെ ജമാഅത്തിന് ഗുണമുള്ള, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ഗുണമുള്ള ഒരു കുഞ്ഞായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ തീർച്ചയായും ആ കുഞ്ഞ് അങ്ങനെ ആയിത്തീരും. ആ ഉമ്മ ഇടയ്ക്ക് വാപ്പയോട് സംസാരിച്ച ഒരു സെന്റൻസ്, അത് വളരെ മോശമായ സെന്റൻസ് ആയിപ്പോയി.
വാപ്പ വിളിച്ചിട്ട് മോനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ക്ഷുഭിതനാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞു, അവന് ഭ്രാന്താണ് എന്ന്. ഒരു കാരണവശാലും ഉമ്മമാരുടെ വായിൽ നിന്ന് അങ്ങനെ വീഴാനേ പാടില്ല. അത്തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്ന വാക്കുകളെങ്ങാനും സ്വീകരിക്കപ്പെട്ടു പോയാൽ ആ മകന് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ ആവാതിരിക്കട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ, എനിക്ക് ചെയർമാനോടും പ്രിൻസിപ്പലോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് വിടുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലുകൾ കൂടി നിങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അത് കാരണം ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെയും ഇവിടെ വിളിച്ച് പഠിപ്പിക്കണമെന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടേതായ സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്താൻ ഒരുപാട് ഫാക്കൽറ്റികൾ, ഒരുപാട് നല്ല നല്ല ഈ ഭാഗത്ത് ആ മേഖലയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. അവർ നിങ്ങൾക്ക് ബോധിപ്പിച്ചു തരും, ഓർമ്മിപ്പിച്ചു തരും. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. രക്ഷകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം നോക്കൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്, അതുപോലെ ചെറു കടികൾ, അതുപോലെ പിന്നെ മിക്സർ, അതുപോലുള്ള സാധനങ്ങളൊക്കെ അവൻ എത്ര നമ്മൾ കൊടുത്താലും കഴിക്കൂല. ഇനി നമ്മുടെ വീട്ടിൽ ഒരാൾ വരികയാണ്, ഒരു അതിഥി വന്നു. ആ അതിഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ അതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് കഴിയട മോനെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കഴിക്കാതിരുന്നു. പക്ഷേ ഒരു അതിഥി വന്ന് ആ സാധനം കൊണ്ടുവച്ചപ്പോൾ അവൻ വന്നിട്ട് എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് വാരുകയാണ്, കഴിക്കുകയാണ്. അപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ? മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ് ഡോറിൻ്റെ മറവിൽ ചെന്ന് നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കും, അല്ലേ? വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും അവൻ അകത്തെത്തിക്കഴിഞ്ഞാൽ അവനെ കിഴുക്കി ശരിയാക്കി പിടിച്ചുവിടും. എന്താ സംഭവിക്കുന്നതെന്നറിയോ? വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയുടെ മുന്നിൽ നമ്മൾ സാധനം കൊണ്ട് വെച്ചു. ആ അതിഥി കണ്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മളെ മകൻ അതിൽ നിന്നൊരല്പം വാരി എന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. കാരണം നമുക്ക് വലുത് നമ്മുടെ മകനാണ്. അതിഥി വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ കാണേണ്ട ആളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം നമ്മുടെ മകനും മകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുഞ്ഞു മനസ്സിൽ അവൻ തെളിയിക്കുന്നത് എന്താണെന്നറിയോ? ഈ വീട്ടിലെ സർവ്വാധികാരവും എനിക്കാണ് എന്ന് ആ കുഞ്ഞു മനസ്സ്. ഞാൻ പറയുന്ന ഈ കൊച്ചുമക്കളെ കുറിച്ചാണ്, അല്ലാതെ 15, 20, 23 വയസ്സായ കുട്ടികളെ കുറിച്ചല്ല ഈ പറയുന്നത്. ആ കുഞ്ഞു മനസ്സിൽ അവൻ അതാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ എല്ലാ അവകാശവും എനിക്കുണ്ട് എന്നവൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് വാരണത്. അത് ചിലപ്പോൾ വാരിയുടെ പുറത്തൊക്കെ ഇടയുള്ളൂ, കഴിച്ചില്ല എന്നും വരും. പക്ഷെ ആ സമയത്ത് അവനെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു കാരണവശാലും അവനെ ഉപദ്രവിക്കരുത്. പകരം അവന് ഈ അതിഥി പോയതിന് ശേഷം വേണമെങ്കിൽ അറിയാൻ പറ്റുന്ന, അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനോടൊന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ഒരു കാരണവശാലും ആ സമയത്ത് അവനെ ഉപദ്രവിക്കാനോ പിന്നെ ശല്യപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ ഇപ്പോൾ അതിഥി കുടിച്ച പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അവിടെ വെച്ചിരിക്കുമ്പോൾ അതിനെ അവൻ പെട്ടെന്നെടുത്ത് അകത്തേക്ക് കൊണ്ടുതരാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും നല്ല ഗ്ലാസ് ആയിരിക്കും അവർക്ക് വേണ്ടി കൊണ്ട് കൊടുക്കുന്നത്. ഇവൻ ഇത് എടുത്തുകൊണ്ട് വന്ന് തറ വീണ് പൊട്ടിപ്പോയാൽ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ട് മോനേടാ എടുക്കല്ലേ, അത് നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയും. ഒരു കാരണവശാലും അത് പറയരുത്. അതായത് ആ കുഞ്ഞു മനസ്സിൽ എനിക്കിത് സാധിക്കില്ല, എനിക്ക് ഒരു ഗ്ലാസ് പോലും എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തവനാണ് ഞാൻ എന്ന് എൻ്റെ ഉമ്മ എന്നെ സർട്ടിഫൈ ചെയ്യുന്നു എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരുപാട് പാകപ്പിഴകളുണ്ട്. അത് തിരുത്താൻ, അതിലൂടെ അതെല്ലാം നന്നാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടുന്ന കൗൺസിലുകൾ കൂടി നമ്മുടെ ഈ സ്കൂള് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിലൂടെയാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്നത്. കാരണം 24 മണിക്കൂറുള്ളതിൽ 6 അല്ലെങ്കിൽ 7 മണിക്കൂർ മാത്രമാണ് കുഞ്ഞ് ടീച്ചേഴ്സിൻ്റെ അടുക്കലുള്ളത്. അത് കഴിഞ്ഞാൽ ബാക്കി ബഹുഭൂരിപക്ഷം ടൈമും ആ കുഞ്ഞ് വളരുന്നത് ഉമ്മയുടെ അടുക്കലാണ്, അല്ലെങ്കിൽ പിതാവിൻ്റെ അടുക്കലാണ്. ആ കുഞ്ഞിനെ വേണ്ടുന്ന വിധത്തിൽ വളർത്തിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ടീച്ചേഴ്സിനുള്ളതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി വളരെ കൂടുതലായി രക്ഷകർത്താക്കൾക്കുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്.
നമുക്കറിയാം നമ്മുടെ കുഞ്ഞു മക്കളെ നിർത്താനായോ? ഇല്ല, ഒരു ചെറിയൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ഒരു സൗദിയിലെ ഒരു ഇമാമിൻ്റെ ഒരു സംഭവം പറയാം. അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു സൈനിക ക്യാമ്പിനുള്ളിലെ പള്ളിയിലെ ഇമാമാണ്. ഇദ്ദേഹം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ പള്ളിയിലേക്ക് വരാറുള്ളത്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം വെള്ളിയാഴ്ച ജുമ മാത്രമേ നിസ്കരിക്കുകയുള്ളൂ എന്ന അർത്ഥമല്ല. അദ്ദേഹത്തിന് ആ പള്ളിയിലുള്ള ഡ്യൂട്ടി വെള്ളിയാഴ്ച ജുമയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ആ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ്, ഞാൻ പേര് മറന്നുപോയി, ഞാൻ ഇൻഷാ അല്ലാഹ് ഓർക്കുമ്പോൾ പറയാം. മുഹമ്മദ് അൽ അരീഫി എന്ന പേരുള്ള ആ സ്കോളർ. അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ ദഅവത്ത് രംഗത്തെ അനുഭവങ്ങൾ കോറിയിട്ട ഒരു മഹത്തായ പുസ്തകമുണ്ട്. എൻജോയ് യുവർ ലൈഫ് എന്ന് ഇംഗ്ലീഷിലും, അതുപോലെ ഇസ്തംതിഅ ബി ഹയാത്തിക് എന്ന് അറബിയിലും, ജീവിതം ആസ്വദിക്കൂ എന്ന് മലയാളത്തിലും പേര് കൊടുത്തിട്ടുള്ള പുസ്തകം. പല ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ പുസ്തകം വളരെ മഹത്തായ പുസ്തകമാണ്. നമ്മുടെയൊക്കെ പാരൻറ്റിങ്, അതുപോലെ മറ്റുള്ള ആളുകളോട് ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരം അദ്ദേഹം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്ന ഒരൊറ്റ സംഭവം പറയുകയാണ്. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി ഈ പുറത്തേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരൻ, സെക്യൂരിറ്റി ഓഫീസർ ഈ ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. ജുമാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗേറ്റ് കീപ്പർ, സെക്യൂരിറ്റി ഓഫീസർ ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല. ഡ്രൈവർ 1 തവണ ഹോൺ അടിച്ചു, 2 തവണ ഹോൺ അടിച്ചു, 3 തവണ ഹോൺ അടിച്ചു. സെക്യൂരിറ്റി ഓഫീസർ അനങ്ങാതെ നിൽക്കുകയാണ്. അവസാനം ഈ പുറകിലിരുന്ന മുഹമ്മദ് അരീഫിയോട് ഡ്രൈവർ പറഞ്ഞു, യാ ഷൈഖ് ലാ യഫ്തഹുൽ ബാബ്, ലാ യഫ്തഹുൽ ഹാരിസു അൽ ബാബ്. ഈ സെക്യൂരിറ്റി ഓഫീസർ ഡോറ്, അതായത് ഗേറ്റ് തുറന്നു തരുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് മുഹമ്മദ് അരീഫി തൻ്റെ ഭാഗത്തുള്ള, അദ്ദേഹം പുറകിലാണ് ഇരിക്കുന്നത്, തൻ്റെ ഭാഗത്തുള്ള ഡോറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വിളിച്ചു. സെക്യൂരിറ്റി ഓഫീസറെ അടുത്തേക്ക് വിളിച്ചിട്ട് സലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഒന്ന് ഗേറ്റ് തുറന്നു തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, അങ്ങക്ക് എന്നോട് എന്ത് പിണക്കമാണുള്ളത് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് തുറക്കാം. സുബ്ഹാന റബ്ബി, ഡോക്ടർ മുഹമ്മദ് അരീഫി അദ്ദേഹം ഈ സെക്യൂരിറ്റി ഓഫീസറുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. വെറും വെള്ളിയാഴ്ച ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കാണും, തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ കണ്ടാലായി, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലായി. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ അയൽവാസിയല്ല, നാട്ടുകാരനല്ല, അദ്ദേഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല, അദ്ദേഹം വിവാഹബന്ധത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ബന്ധുവല്ല. അങ്ങനെയുള്ള ഒരു അന്യനായ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഡോറ് തുറക്കാതിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത്, അതെ, അങ്ങക്ക് എന്നോട് എന്ത് പിണക്കമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് തുറക്കാം. ആ സമയത്ത് ഡോക്ടർ മുഹമ്മദ് അരീഫിക്ക് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുമായി ഒരു ബന്ധവുമില്ലല്ലോ, അതായത് അങ്ങനെ കൂട്ടുകുടുംബ ബന്ധമോ സാമ്പത്തിക ഇടപാടോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് അങ്ങയോട് പിണങ്ങേണ്ടത്, എനിക്ക് അങ്ങയോട് ഒരു പിണക്കവുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, താങ്കളുടെ വണ്ടി ഏകദേശം 11, 11:30, 12 മണിയാകുന്ന സമയത്ത് വളരെ സ്പീഡിൽ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് താങ്കളുടെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ത്താറുണ്ട്, എന്നിട്ട് സലാം പറയാറുണ്ട്, എന്നോട് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വന്ന് ജുമാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് താങ്കൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് ഒരു സലാം പോലും പറയാതെയാണ് താങ്കൾ കടന്നു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് അങ്ങയെ നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. മുഹമ്മദ് അരീഫി, ഒരു സാമൂഹിക പ്രവർത്തകനായ, ഒരു ദാഇയായ മുഹമ്മദ് അരീഫി പറഞ്ഞു, യാ അല്ലാഹ്,
എൻ്റെ സഹോദര, ഞാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ എൻ്റെ ഫോൺ ഞാൻ സൈലൻറ്റിലാക്കും. ഞാൻ ജുമാ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഖുതുബ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഫോണിലേക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടാകും, ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. ഈ മെസ്സേജുകളും ഈ കോളുകളും ഒക്കെ കണ്ടു നോക്കിയും ആരാണ് എന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം കോളുകൾ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ഈ സമയത്താണ് ഞാൻ എൻ്റെ വണ്ടി ഇതുവഴി കടന്നു പോകുന്നത്. ഞാൻ അപ്പോൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ മൊബൈലിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് സലാം പറയാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഡോക്ടർ മുഹമ്മദ് ആരിഫി പറയുകയാണ്, ഈ സംഭവത്തോടുകൂടി ഞാൻ ഒരു കാര്യം പഠിച്ചു. ഞാനുമായി യാതൊരു തരത്തിലുള്ള കുടുംബ ബന്ധമോ സാമ്പത്തിക ഇടപാടോ ഒന്നുമില്ലാത്ത ഈ മനുഷ്യൻ എന്നിൽ നിന്ന് ഒരു സലാം പ്രതീക്ഷിച്ചു എങ്കിൽ, എന്നെ ഞാനാക്കി വളർത്തിയ, എനിക്ക് 2 വർഷം മുലപ്പാൽ തന്ന എൻ്റെ മാതാവ് ഓരോ തവണയും എനിക്ക് മുലപ്പാൽ നൽകുമ്പോൾ ഒരു ദിവസത്തിൽ 8, 10, 15, 20, 30 തവണ ഞാൻ കരയുന്ന സമയത്ത് എന്നെ എടുത്തു വെച്ച് മുലപ്പാൽ തന്ന എൻ്റെ മാതാവ് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഞാൻ വളർന്നു വലുതാകണമെന്ന്, ഞാൻ ഇന്ന മേഖലകളിലേക്ക് എത്തിച്ചേരണമെന്ന് ഒക്കെ എൻ്റെ മാതാവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ, എനിക്കങ്ങനെ മാതാവ് എന്നെക്കുറിച്ച് അത്തരത്തിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടിയും എൻ്റെ മാതാവിന് വേണ്ടിയും എൻ്റെ മറ്റ് അനുജന്മാർ ജ്യേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പിതാവ് ഞാൻ എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ കൂട്ടുകുടുംബാദികൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, അവരും ഒരുപാട് ഞാൻ വലിയ ആളാകണമെന്ന് അവരും ആഗ്രഹിച്ചു. എൻ്റെ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാർ, എൻ്റെ ജമാഅത്തിലുള്ള ആളുകൾ, എൻ്റെ അയൽവാസികൾ, അവരെല്ലാവരും ഞാൻ ആരൊക്കെയോ ആകണമെന്ന് ആഗ്രഹിച്ചു. ഈ ആഗ്രഹം എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന സമയമാണ്. ആരാണ് മാതാവ് എന്നും ആരാണ് പിതാവ് എന്നും ആരാണ് ബന്ധുമിത്രാദികളെന്നും ആരാണ് അയൽവാസികളെന്നും അവരോടുള്ള കടമകളും കടപ്പാടുകളും എന്താണെന്നും യഥാർത്ഥ സമയത്ത് പഠിപ്പിക്കേണ്ടുന്ന സമയത്ത് പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മളെ ഈ അഫ്ഫാനെ പോലുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നഊദു ബില്ലാഹി മിൻ ദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തഖ്വ സ്കൂളിനെ പോലുള്ള സ്കൂളുകളിൽ ഈ സ്കൂളിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പ്രിൻസിപ്പൽ വളരെയധികം പറയുകയുണ്ടായി. ദൈനംദിനം ചെയ്യേണ്ടുന്ന, പ്രഭാതം മുതൽ പ്രദോഷം വരെ ചെയ്യേണ്ടുന്ന, ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ ബെഡിലേക്ക് ചെന്നിരുന്നാൽ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ഉൾപ്പെടെ, സ്വലാത്തുകൾ ഉൾപ്പെടെ, അഅമാലുകൾ ഉൾപ്പെടെ പഠിപ്പിക്കുകയും വിശുദ്ധ റമദാനിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളും അഅമാലുകളും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ സ്കൂളിലേക്ക് നിങ്ങളുടെ മക്കളെ വിട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹീതമാണ്, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്, നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം. ഞാൻ വന്നത് മുതൽ വളരെ ഇങ്ങനെ നോക്കിക്കാണുകയായിരുന്നു. ഞാൻ കുറേ മുന്നേ വന്ന സമയത്തൊക്കെ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ടീച്ചേഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും തയ്യാറായ ഒരു ചെയർമാൻ, അല്ലേ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും ഞാൻ ഒരുക്കിത്തരാമെന്ന് പറയുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതെ, അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഉള്ളപ്പോൾ നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ്. അതോടൊപ്പം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്ന ദൈനംദിനം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന അഅമാലുകൾ, ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചൊല്ലേണ്ടുന്ന ദിക്ർ, അങ്ങനെ മാഹൗലുകൾ മുഴുവനും ഇസ്ലാമിക രീതിയിലാക്കി മാറ്റുന്ന ഒരു സ്കൂളിലേക്ക് നിങ്ങൾ വിട്ടപ്പോൾ നിങ്ങൾ വളരെ വലിയ ഒരു മഹത്തായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിന് അർഹമായ പ്രതിഫലം നാഥനായ റബ്ബ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒക്കെ ഉള്ള ദുആകളിൽ എന്നെയും കൂടി, പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ വരുന്നു, ഈ റമദാനിൽ നിങ്ങൾ ചെയ്യുന്ന ദുആകളിൽ എന്നെയും കൂടി ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ
ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകുടുംബാദികളിലേക്ക് എത്തിക്കാൻ മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.